ഓൾ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 10 മുട്ടക്കുള്ള കേക്കിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. എല്ലാ വീഡിയോ ഇട്ടാലും കുറേ കമൻറ്റ് എല്ലാത്തിൻ്റെ അടിയിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കേക്കിൻ്റെ റെസിപ്പി വേണം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഞാൻ 5 മുട്ടൊക്കെ ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ 10 മുട്ടൻ്റെ കൂടെ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. പിന്നെ പണി എങ്ങനെ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ ഉത്തരം. കാരണം ഞാൻ ഫസ്റ്റ് പണി സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ പാട്ടും വെച്ചിട്ടാണ് പണി തുടങ്ങൽ. അപ്പോൾ പാട്ട് വെച്ചാൽ എവിടെ നിന്നില്ല ഒരു എനർജിയാണ്. നമ്മുടെ അയൽവാസികൾക്ക് തന്നെ മനസ്സിലാവും പാട്ട് വെക്കാത്ത ദിവസം ഇന്ന് പണിയില്ലേ എന്നാ ചോദിക്കൽ. പണി തുടങ്ങുമ്പോൾ പാട്ട് എന്തായാലും കേൾക്കുന്ന അറിയില്ല. അപ്പോൾ എനിക്ക് വലിച്ചും പാട്ടൊക്കെ വെക്കണം, എന്നാലേ ഒരു എനർജി കിട്ടും. അങ്ങനെ പാട്ട് വെച്ചിട്ടുണ്ട്. പാട്ടും കേട്ട് ആസ്വദിച്ച് പണിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അടുക്കളയിലൊക്കെ സ്പീക്കർ വെച്ചത്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ള ടൈമിലായാലും എപ്പോൾ ആയാലും എനിക്ക് ബോറടിക്കില്ല. ഞാനിങ്ങനെ പാട്ടും വെച്ച് അതിൻ്റെ പിന്നാമ്പുറം കണ്ടാൽ നിങ്ങൾ എന്തായിട്ടും എനിക്ക് ആ വീഡിയോ ഇട്ടാൽ തന്നെ ഇല്ലണൊക്കെ അടിക്കും. മോളും ഞാനും ഒക്കെ ഡാൻസ് കളിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പരത്തുമ്പോൾ ആക്കുമ്പോൾ ഒക്കെ പാട്ടിനനുസരിച്ച് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കും. അപ്പോൾ മോള് പറയും ഡാൻസ് കളിക്കുന്ന വീഡിയോ ഇട്ടാൽ എന്നാലും നിങ്ങൾക്ക് മില്യൺ അടിക്കുന്നൊക്കെ. അങ്ങനെ ആസ്വദിച്ചാണ് പണിയെടുക്കൽ. അങ്ങനെ ഇതാ ഞാൻ വേഗം തേങ്ങയൊക്കെ ചേർച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങയൊക്കെ പാക്കാക്കിയിട്ട് അത് ഫ്രീസറിലും മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ മുട്ടൻ്റെ കേക്ക് റെസിപ്പി കാണിച്ചു തരാം. 5 മുട്ടയാണ് ഞാൻ ആദ്യം പൊട്ടിച്ച് വെച്ചത്. പിന്നെ ഇതാ അതിലേക്ക് പിന്നെ 2.5 കപ്പാണ് ടോട്ടൽ പഞ്ചസാര വേണ്ടത്. ഞാൻ ആദ്യം 1.25 ഇട്ടിട്ടുണ്ട്. എന്നിട്ടിതാ രണ്ടാമത് ആദ്യം 5 മുട്ട കൂടി ഒഴിച്ചിട്ട് 1.25 കപ്പ് പഞ്ചസാര കൂടി ഇടുന്നുണ്ട്. 1/4 കപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ ടിന്നിനാണ് കേട്ടോ. പിന്നെ അങ്ങനെ അതും കൂടി ഇട്ട് പിന്നെ അതാ 1 സ്പൂണ് ഉപ്പ്, അത് കറക്റ്റാണ്, അത്ര തന്നെ ഇടണം. പിന്നെ കുറച്ച് ഏലക്കായ ഇട്ടിട്ടുണ്ട് നല്ല മണത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതും കൂടി ഇട്ടിട്ട് അത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് അതും കൂടി ഒഴിച്ചാൽ പിന്നെ 1 കപ്പ് ഫുള്ളും ഞാൻ എടുത്തിട്ടുണ്ട് ഓയിൽ. രുചി ഗോൾഡാണ് കേട്ടോ ഞാൻ എടുത്തത്. അങ്ങനെ അതും വെള്ളം കൂടി അടിയിട്ട് വെച്ചിട്ട് പിന്നെ ഇതാ ദോശ ചുട്ടെടുക്കുന്നുണ്ട് രാവിലെ നാസ്തക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വേഗം ഞാൻ ഓരോ പണികളും തീർക്കുകയായിരുന്നു. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇതാ ദോശ ചൂടുന്നുണ്ട്. ഒരു ഭാഗത്ത് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് പേർക്കെങ്കിലും ഞാനിടുന്ന വീഡിയോ മടുപ്പായി തോന്നുന്നത്. മിനിയാന്നൊരു വീഡിയോ ഇട്ടപ്പോൾ ഫസ്റ്റ് കമൻറ്റ് തന്നെ ഇട്ട വീഡിയോ തന്നെ ഇടുമ്പോൾ കാണുമ്പോൾ മടുപ്പ് വരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും ഒരുപാട് പേര് മടുപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനത്തെ വീഡിയോ ഇടേണ്ടതെന്ന് വെച്ചാൽ ഇതാ അതിൻ്റെ കൂടെ ഞാൻ ചിക്കനും ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടൊന്ന് പെരക്കി വെച്ചിട്ടുണ്ട്. ദോശ ചുടൽ കഴിഞ്ഞിട്ട് വീണ്ടും ഞാനിതാ കേക്കിൻ്റെ പണി ബാക്കി തുടരാൻ വേണ്ടി വന്നിട്ടിതാ അങ്ങനെ ഇതാ കേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറേശ്ശായിട്ട് മൈദ ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്നത്. മൈദക്ക് ഒരു കണക്കൊന്നുമില്ല കേട്ടോ. ഞാനിതാ ഇതുപോലെ ഒരു കയ്യിൽ കുഴച്ചെടുക്കുന്നുണ്ട്. ഇത്ര പാകമായി പോരാ, പിന്നെയും ഇതാ നോക്കിയിട്ട് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അതിലേക്ക് നെയ്യ് ഒഴിച്ചത്. പിന്നെ അതൊരുപാട് നെയ്യൊന്നുമില്ല, പക്ഷേ ഇത് ഇട്ട് കൊടുക്കുമ്പം മേലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് തെളിഞ്ഞ് നിന്നിട്ട് പാടില്ല പോലെ തോന്നുന്നതാണ്. പിന്നെ ഇതാ ഞാൻ ഈ പാകത്തിനാണ് കേട്ടോ കുഴച്ചെടുത്ത് അങ്ങനെ പാത്രമൊക്കെ വടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ട് അവിടെ ഒരു അരമണിക്കൂറോ ചുരുങ്ങി അരമണിക്കൂർ വെച്ചാൽ മതി. ഇത് ഇപ്പം നമ്മൾ 3-4 മണിക്കൂർ വെക്കും. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഇത് കുഴച്ചെടുക്കുന്നല്ലേ. അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ ഇതാ നമ്മൾ കുഴലപ്പത്തിന് വേണ്ടിയിട്ടുള്ളത് കുഴച്ചെടുക്കുന്നുണ്ട്. എല്ലാം ആദ്യം റെഡിയാക്കി വെച്ചതിന് ശേഷം എണ്ണ തീമ വെച്ചാൽ ഓരോന്നും വേഗം ചെയ്തെടുക്കുക. പണിയോ എളുപ്പമായി തരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഞാൻ ആദ്യം ഓരോന്നും ഇതുപോലെ കുഴച്ചിട്ടും പരത്തിയിട്ടും ഒക്കെ വെക്കും. അതുപോലെ തന്നെ നമ്മളെ കുഴലപ്പം കുറച്ച് ഒന്ന് ആറി കിട്ടണം. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടൽ. മറ്റേ അതിന് ഫുള്ള് ബബിൾസ് പോലെ വന്നിട്ട് ഉണ്ടാകും പരത്തിയപാടും ചുടുമ്പം. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ കുഴലപ്പം പരത്തിയിട്ട് അവിടെ ആറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. ഒരു തുണിയൊക്കെ വിരിച്ചിട്ട് അതിലേക്ക് എല്ലാം നിരത്തിയിട്ട് ഇങ്ങനെ ആറാൻ വേണ്ടി വെക്കും. പിന്നെ ഓർഡർ കൊടുക്കാനുണ്ടായത് 100 കയ്യടി, 100 ചിക്കൻ റോളും പിന്നെ കുഴലപ്പം, കാജ, പിരിയട, കേക്ക് ഇതൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ 6 ഐറ്റംസ് ഉണ്ട് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കായടിയും ചിക്കൻ റോളും തലേന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് സെറ്റായി കിട്ടിയാൽ നമുക്ക് എളുപ്പത്തിൽ വേഗം കൊടുക്കാമല്ലോ പാക്കാക്കിയിട്ട്. അത് വേണ്ടിയിട്ട് അത് തലേന്ന് ചെയ്ത് വെച്ചിന്. പിന്നെ ഇന്ന് 4 ഐറ്റംസേ ഉണ്ടാക്കണ്ടോ. അങ്ങനെ വേഗം കുഴലപ്പൊക്കെ പരത്തിയിട്ട് അതൊന്ന് ആറാൻ വേണ്ടിയിട്ട് നിരത്തി വെക്കുന്നുണ്ട്. എപ്പോഴും മനസ്സിൽ
വീഡിയോസിൽ ഓരോ ഐറ്റംസ് കണ്ടിട്ട് ഓരോ റെസിപ്പിയും ഇടണം എന്നാണ് ഞാൻ വിചാരിക്കൽ. പക്ഷേ ഇങ്ങനെ ഓർഡർ കാര്യങ്ങൾ കിട്ടുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ റെസിപ്പീസായിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത്. അപ്പം മടുപ്പില്ലാത്തവരെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ മോള് പച്ചമാങ്ങ ജ്യൂസ് ആക്കുന്നുണ്ട്. പിന്നെ പച്ചമാങ്ങയിൽ മുളകും ഉപ്പും സുർക്കയൊക്കെ വെച്ചിട്ട് അടിച്ചിട്ട് അങ്ങനെ ഇതാക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാനത് ഇതാ ഒരു പാത്രത്തിലേക്കുള്ളോട് വാങ്ങിയിട്ട് ഇങ്ങനെ അടികൂടിക്കൊണ്ടും അതൊക്കെ കഴിക്കുന്നത് എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. അനിയത്തി അതാ പിരിയഡൊക്കെ പണ്ടൊന്ന് ഉറക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ എനർജി ഉണ്ടാക്കിയിരുന്നു. പിന്നെ എൻ്റെ പണി ഇതാ പിരീഡെല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ പിന്നെ ബിസിനസ് മൈൻഡുള്ളവരാണ്. അവർക്ക് ഇതുപോലൊക്കെ ചെയ്യാനും എന്തെങ്കിലും വരുമാനം കയ്യിൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ടൊക്കെ ഭയങ്കര താല്പര്യമുള്ളവരാണ് എൻ്റെ വീഡിയോസ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ബാക്കി മറ്റുള്ളവർക്കായിരിക്കും സാധാ മടുപ്പൊക്കെ വരുന്നത്. ഇങ്ങനത്തെവർക്ക് ഒരിക്കലും മടുപ്പ് വരില്ല. കാരണം ഞാനൊക്കെ അതുപോലെ തന്നെയായിരുന്നു മുമ്പൊക്കെ. ഇങ്ങനെ വീഡിയോ ഓരോരാൾ ഉണ്ടാക്കുന്നതും ഓരോരാൾ പൈസയാക്കുന്നതും ഒക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഞാനിങ്ങനെ ചിന്തിക്കും, നമ്മളൊക്കെ എപ്പോഴാണ് ഇങ്ങനെ ഉണ്ടാക്കലെന്നൊക്കെ. പക്ഷേ ഒരു ദിവസം നമ്മളെ ആഗ്രഹം അത്രമേൽ ഇതാണെങ്കിൽ അതൊരിക്കൽ എന്തായാലും സാധിക്കും. അങ്ങനെ ഇതാ പിരിയഡൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കാജൻ്റെ ഇതൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ എണ്ണ തീമ വെച്ച്. നിങ്ങൾക്ക് എണ്ണ കാണുമ്പം തന്നെ മനസ്സിലാകും ഓരോ ദിവസവും പുതിയ പുതിയ എണ്ണയാണ് ഞങ്ങൾ ഉപയോഗിക്കൽ. അപ്പോൾ വാങ്ങുന്നവർക്ക് ധൈര്യമായിട്ട് വാങ്ങാം. ഒരിക്കലും ഉപയോഗിച്ച എണ്ണ പിറ്റേന്ന് ഉപയോഗിക്കുന്നില്ല. എല്ലാം പുതിയ പുതിയ സംഭവമാണ് അത്. പിന്നെ ഈ ബേക്കറിയിൽ നിന്നൊക്കെ ഒരുപാട് എണ്ണ ഒഴിച്ചത് കരിയോയിലിൻ്റെ കളറൊക്കെ ആകുന്നുണ്ടാവില്ലേ, ഇത് എല്ലാ ദിവസവും മാറി മാറി പുതിയ പുതിയ എണ്ണയാണ് ഉണ്ടാക്കൽ. അങ്ങനെയൊക്കെ കുഴലപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് റെഡിയാക്കിയതിന് ശേഷം ഞാനിതാ വേഗം ഉച്ചക്കേക്കുള്ള ഫുഡിന് ബീൻസ് വറുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം അതൊക്കെ മുറിച്ചിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചട്ടി കണ്ടിട്ട് ആരും പറയണ്ട, ഇത് ചെറിയ കുഞ്ഞ് ചട്ടിയാണ്. ചട്ടി കണ്ടാൽ നിങ്ങൾ ചിരിക്കും, അതിൻ്റെ കളർ തന്നെയാണ് അതങ്ങനെ. അങ്ങനെ ബീൻസ് തീമ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ ഇവിടെ വേവിക്കാൻ വേണ്ടി മൂടി വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ പിരിയഡ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിരിയഡിയും ഏകദേശം റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും വേഗം വേഗം ചുട്ടെടുത്താൽ നമ്മളെ പണിയൊക്കെ എളുപ്പമാകും. നമുക്കൊരു ബുദ്ധിമുട്ടാണൊക്കെ തോന്നുകയും ചെയ്യൂല. ഏത് പണിയും നമ്മൾ ആസ്വദിച്ച് ചെയ്യുമ്പോഴാണ് അതിന് ഭംഗി കൂടുന്നത്. പിന്നെ നമുക്ക് ഇപ്പം പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഇപ്പം ഒരുപാട് പിന്നെ ഞാനിങ്ങനെ എല്ലാവരോടും പരാതി പറയുന്നതല്ല, എൻ്റെ ഹസ്ബൻഡിനോട് തന്നെ കൂടുതൽ നമ്മളിങ്ങനെ പരാതികളൊക്കെ പറയൂലേ. ഇപ്പം എനിക്കൊരു പരാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പം തിരക്കിലാണ്, ഭയങ്കര ബിസിയിലാണ്. അതുകൊണ്ട് എനിക്ക് പരാതി പറയാനോ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാനോ ഒന്നിനും കൂടുതൽ ടൈമില്ല. നന്നായി നമ്മളെ പണിയായി ഇങ്ങനെ പോകും. ഇതാണ് നല്ലത്. പിന്നെ ഇത് ഒരു കുഞ്ഞു ചട്ടിയാണ്. ഇത് കണ്ടാൽ നല്ല ക്യൂട്ടായ ചട്ടി. ഞാൻ ആ കപ്പിൽ വെള്ളം അളന്നിട്ട് ഒഴിച്ചെന്ന് വെച്ചാൽ അതിലെത്ര പോരെ കറി ഉണ്ടാക്കാൻ പറ്റും നോക്കിയതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. ഒരു കപ്പ് കറക്റ്റ് വെള്ളമാണ് ഈ ചട്ടിയിൽ കറി വെക്കാൻ വേണ്ടി പറ്റൽ. നമുക്ക് ഇത്രയേ കറി വേണ്ടും. അതുകൊണ്ട് എനിക്ക് ഉണക്ക് കറി കൂട്ടാൻ ഭയങ്കര പുതിയായി. അതുകൊണ്ട് ഞാൻ വേഗം ഉണക്ക് കറി ഉണ്ടാക്കി. എന്തോ ഒരു കുറേ കാലമായി ഉണക്ക് കറിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാ കാജ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതാ അങ്ങനെ കാജ കുഴലപ്പം പിരിയഡ് ഒക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റാണ് നമ്മൾ കേക്ക് ഫ്രൈ ചെയ്യൽ. കേക്ക് ഫ്രൈ ചെയ്തതോടുകൂടി എണ്ണ മോശമാകും, അതങ്ങ് കളയും. അതുകൊണ്ട് ഇതാ ലാസ്റ്റേ കേക്ക് ഇടും. അങ്ങനെ കേക്ക് ഇതുപോലെ ഇതാ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് നല്ല പോലെ ഇങ്ങനെ വെട്ട് കേക്കിനെ പോലെ തന്നെ ഇങ്ങനെ ഒലർന്ന് പുഷ്പം കണക്ക് ഇങ്ങനെ വരും. കണ്ടോ, ഇതുപോലെ ആകും. അതിന് വെട്ടിക്കൊടുക്കുകയോ ഒന്നും വേണ്ട. നമ്മളെ കുഴച്ചെടുക്കൽ തന്നെ പെർഫെക്റ്റ് ആയാൽ തന്നെ നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് അടിപൊളി കേക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 10 മൂട്ടൻ്റെ റെസിപ്പി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിതാ വേഗം വന്നിട്ട് കസ്റ്റമർ വന്നിട്ടുണ്ട് കായടിയും ചിക്കൻ റോളും എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ഫ്രീസ് ചെയ്താൽ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവൽ. നല്ല പാങ്ങിൽ നമുക്ക് വെച്ചുകൊടുക്കാം. ഒരു പൊട്ടലോ പൊളിയലോ ഒന്നും ഉണ്ടാവില്ല. കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ടാകും. അങ്ങനെ അതൊക്കെ ഞാൻ ബോക്സിലാക്കിയിട്ട് അത് കൊടുത്തു വിട്ട്, അതിന് ആൾ വാങ്ങാൻ വന്നതാണ്. അങ്ങനെ അവർക്കത് കൊടുത്തു വിട്ടതിന് ശേഷം ഞാൻ വീണ്ടും കേക്ക് ചൂടാൻ വേണ്ടിയിട്ട് തന്നെ പോയി. അത് അടുപ്പത്തുണ്ടായിന്, അതിൻ്റെ ഇടയിലാണ് ഇത് വന്ന് കൊടുത്തത്. അങ്ങനെ അതൊക്കെ കേക്കും റെഡി ആയിട്ടുണ്ട്. അതൊക്കെ നിരത്തി ഞാൻ ഇങ്ങനെ വെച്ചിട്ടൊരു വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് കൊണ്ട് മാത്രമല്ല ഞാനിങ്ങനെ വീഡിയോയും ഫോട്ടോ എടുക്കൽ. എനിക്ക് മുമ്പേ ഇങ്ങനെ ഇഷ്ടമാണ്. ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയാലും ഇനി വീട്ടിലേക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയാൽ തന്നെ ഞാനതിങ്ങനെ വീഡിയോ എടുത്തിട്ട് സ്റ്റാറ്റസൊക്കെ ഇടും. എനിക്ക് നല്ല ഇഷ്ടമാണ് അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ. എഡിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എഡിറ്റ് ഒന്നുമില്ല. പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ടായിന് സമൂസ എങ്ങനെയാണ് പൊട്ടാണ്ട് ഫ്രീസ് ചെയ്യുന്നതെന്ന്. ഇതുപോലെയാണ്. ഒന്ന് ചിക്കൻ സമൂസ
ചെറുത് ചിക്കൻ സമൂസയാണ്, ഇത് വെജിറ്റബിൾ സമൂസയാണ്. അപ്പോൾ വെജിറ്റബിൾ സമൂസൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതാണ്. അങ്ങനെ ഇതാ നമ്മുടെ അപ്പങ്ങളൊക്കെ കൊണ്ടു കൊടുക്കണം, ഇത് ഡെലിവറി ചെയ്യണം. അങ്ങനെ അത് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഗസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായത്. എന്നിട്ടിതാ ഞാൻ വേഗം കുറച്ച് സമയമായിട്ടുണ്ട് അതിനെ വിളിച്ചിട്ട്, അപ്പോൾ തന്നെ കുഴച്ച് വെച്ചതാണ് പോക്കറ്റ് ഷവർമ്മക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അത് വേഗം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെ പണിയൊക്കെ കഴിയുമ്പോൾക്ക് 3 മണിയായിട്ടുണ്ട് അതിനിട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവക്ക് അടിച്ചു കൊടുത്ത് എന്നിട്ട് മോളോട് പറഞ്ഞ് അവക്ക് തുടക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം എന്നിട്ട് ഇതൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് അനിയത്തി അടുക്കളൊക്കെ പിന്നെ ബേസിൻ്റെ അടുക്കൊക്കെ പാത്രം ഇതൊക്കെ കഴുകാനും ഒക്കെ ഉണ്ടായിന്. അപ്പോൾ അവൾ അതൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ ഓരോരുത്തരും ഓരോരോ പണിയെടുക്കുമ്പോൾ വേഗം കഴിയുമല്ലോ. അവർ വിട്ടോ ഒന്നും അറിയില്ല. പിന്നെ ഇതാ രാവിലെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ അത് എടുത്തിട്ട് ബോണ്ട ഉണ്ടാക്കി. നല്ല റിച്ചായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സാധാ നോർമലായിട്ടേ ഉണ്ടാക്കിയിട്ടില്ലും ചായൻ്റെ കടികളൊക്കെ. അങ്ങനെ വേഗം ബോണ്ടിയും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാരൊന്നുമില്ല കേട്ടോ, ഒരു 2 പേരെ വരുന്നില്ലോ. പിന്നെ വിരുന്നാറ് പേരും പറഞ്ഞിട്ട് നമുക്കും കൂടി കഴിക്കാമല്ലോ. അതുകൊണ്ട് പിന്നെ നല്ല ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എനിക്കങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ, ഇങ്ങനെ കഴിക്കലൊന്നും ഇഷ്ടമല്ല. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ പോയാൽ നല്ല രസമൊന്ന് കഴിക്കാൻ. എന്താണെന്നറിയില്ല, പച്ചവെള്ളം കിട്ടാത്ത നാട്ടിൽ നിന്ന് പോയിട്ട് തിന്നും പോലെയാണ് ആടുന്ന് തിന്നൽ. പക്ഷെ ഇവിടുന്ന് എന്ത് കിട്ടിയാലും വലിയ കാര്യമില്ല. അങ്ങനെ ഇതാ നമ്മൾ ബോണ്ട ഉണ്ടാക്കിയ അതേ മാവ് ബാക്കി ഉണ്ടായിനി. അപ്പോൾ അത് വെറുതെ കളയണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ 2 ദിവസം എടുത്ത് വെക്കും, പിന്നെ എന്തായാലും അത് കളയും. എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കൂലേ. അത് നേരിട്ട് കളയാൻ വേണ്ടി തോന്നൂല, 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് പിന്നെ എടുക്കാനും തോന്നൂല, അപ്പോൾ അങ്ങനെ കളയും. അതുകൊണ്ട് ആ ബോണ്ടൻ്റെ മാവിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഇല്ലേ, മധുരക്കിഴങ്ങ്, അത് ഞാൻ നേർങ്ങനെ മുറിച്ചിട്ടിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കിഴങ്ങ് പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഹാഫ് മൂണ്, അതും അതേ ഓയിലിൽ തന്നെ ഇട്ടെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും റെഡിയാക്കി വെച്ച് ഓയിൽ തീമ വെച്ചാൽ എല്ലാം വേഗം വയ്ക്കും വഴിയായിട്ട് തന്നെ ഇട്ടുകൊടുക്കുക. പണിയും വേഗം എളുപ്പമായി തീരും. ഇത് ഫ്രോസൺ ആയിട്ട് ഉണ്ടായതാണ്, ബാക്കിയൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. പിന്നെ ഒരു ഈത്തപ്പഴക്കുംസും ഒരു ക്യാരറ്റുംസും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹാഫ് മൂണും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ എല്ലാ ഐറ്റംസും അവിടെ വെച്ചിട്ട് ഞാൻ ഒരു ഷോന് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന. പിന്നെ അവർ വരണത്ര വേഗം ഇനി കുളിക്കണം, നിസ്കരിക്കാനൊക്കെ ഉണ്ട്, അസ്ർ നിസ്കാരമൊക്കെ ഉണ്ട്. അപ്പോൾ അസ്ർ നിസ്കാരമൊക്കെ കഴിയുമ്പോൾക്ക് അവരെത്തും. ഇതൊക്കെ ആയി കഴിയുമ്പോൾക്ക് 4:30 മണി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ അടുക്കള മാത്രം തുടക്കാൻ ബാക്കിയുണ്ടായി. ഞാൻ അവിടെ പണിയെടുക്കുന്നതുകൊണ്ട് ഓളെ തുടക്കാൻ വിട്ടിട്ടില്ല. അങ്ങനെ ഒക്കെ ക്ലീനിങ് ആക്കി ഇനി അവർ വരികയെ വേണ്ടും. അങ്ങനെ എൻ്റെ കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾക്ക് അവർ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ വേഗം അതൊക്കെ ഒന്ന് പാത്രത്തിൽ റെഡിയാക്കി വെക്കുന്നുണ്ട്. എനിക്ക് പണ്ടേ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഓരോ റെഡിയാക്കി വെക്കാനും പാത്രത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഓരോരാൾക്ക് തിന്നാൻ കൊടുക്കാനും. അത് തിന്നിട്ടാകുമ്പം അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറയൂലേ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. ഞാൻ കഴിച്ചിട്ടില്ലെങ്കിലും മറ്റുള്ളവർ കഴിക്കാനും മറ്റുള്ളവർ കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പം തന്നെ എൻ്റെ വയറങ്ങെന്നറിയും. അങ്ങനെ ഓരോന്നും ഞാൻ പാത്രത്തിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ച് പിന്നെ അത് ചായ തിളക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തിളക്കുന്ന നേരം കൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കി വരാം. പിന്നെ വന്നവരൊക്കെ അനിയത്തിൻ്റെ വീട് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഒരു സന്തോഷകരമായ ഒരു കാര്യമുണ്ട്, ഇൻഷാ അല്ലാഹ് എന്തായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് അത്. പിന്നെ സപ്പോർട്ട് ചെയ്ത് സഹകരിച്ച എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നലത്തെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.